ആലപ്പുഴയിലെ താറാവ് കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ട റിപ്പോർട്ടർ വാർത്ത. കർഷകർക്ക് കള്ളിംഗ് നടത്തിയതിന് നഷ്ടപരിഹാരം നൽകാൻ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. റിപ്പോർട്ടർ ചാനലിലെ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയിലാണ് മന്ത്രി ഉറപ്പ് നൽകിയത്. താറാവ് കോഴി കർഷകർക്കായി പ്രത്യേക ഉപജീവന പാക്കേജ് അനുവദിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെന്നും അടുത്ത ആഴ്ച കർഷകരുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു. റിപ്പോർട്ടർ ഇംപാക്ട്. പക്ഷിപ്പനി കാരണം പ്രതിസന്ധിയിലായ കുട്ടനാട്ടിലെ താറാവ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുമെന്ന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയുടെ ഉറപ്പ്. കള്ളിംഗ് നടത്തിയതിന്റെ നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. കേന്ദ്ര മന്ത്രിയെ കണ്ട് ഞങ്ങൾ നേരിട്ട് ഒരു നോമിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പാക്കേജ്, അത് നമ്മുടെ ഇവിടുത്തെ കർഷകർ പറയാതെ തന്നെ കർഷകർക്കുള്ള ഒരു ജീവനോപാധി ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. ഇവരുടെ പണം എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ആലോചിക്കും. പ്രതിസന്ധിയിലായ കുട്ടനാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും താറാവ് കോഴി കർഷകർക്കായി പ്രത്യേക ഉപജീവന പാക്കേജ് അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. താറാവ് കർഷകരുമായി അടുത്ത ആഴ്ച ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ 2025 വരെ താറാവ് കോഴി വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് കുട്ടനാട്ടിലെ വിവിധ ഭാഗങ്ങളിലെ താറാവ് കർഷകർ യോഗം ചേർന്നത്. പഞ്ചായത്തിൽ ഇതൊക്കെ മുന്നം കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ 10ാം വാർഡിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെട്ടു. അവിടെ നമ്മൾ കള്ളിംഗ് നടത്തി. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാത്തിനും നമ്മൾ കള്ളിംഗ് നടത്തി. ഇപ്പോൾ വളർത്തു പക്ഷികൾ ഉൾപ്പെടെയുള്ളതിന് ഇപ്പോൾ 1ാം വാർഡിൽ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് വന്നു. ഇന്ന് കള്ളിംഗ് തുടങ്ങിയിരിക്കുകയാണ്. വളരെ കോഴി കർഷകരും താറാവ് കർഷകരൊക്കെ വളരെ ആശങ്കയുടെ നമുക്ക് കാണുന്നത് അവരുടെ ഉപജീവനമാർഗം മുട്ടുന്നൊരു രീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ കളക്ടർ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം ബൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള രീതിയിലും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ സംവിധാനം ചെറിയ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പടർന്നു പിടിക്കുന്ന പനികളൊക്കെ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. താറാവ് വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തുമെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൂടാതെ പക്ഷിപ്പനി സ്ഥിരീകരിക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടാകണമെന്നുമാണ് താറാവ് കർഷകർ ആവശ്യപ്പെട്ടത്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് താറാവ് കർഷകരുമായി സംസാരിക്കാമെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകിയത്. റിപ്പോർട്ടർ, ആലപ്പുഴ.